ഡിയർ സ്റ്റുഡൻസ്, പോളിഗൺ എന്ന പാഠമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. അതിലുള്ള ചില ചോദ്യങ്ങളുടെ ആൻസേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. ഇനി ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാം. പേജ് 43 രണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. പേജ് 49 ക്വസ്റ്റ്യൻസാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഇനി പേജ് 50 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കുക. തേർഡ് വൺ ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ 1600. ഹൗ അബൌട്ട് 900? ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് 1600 ആകുമോ, അതേപോലെ തന്നെ 900 ആകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ പേജ് 50 ക്വസ്റ്റ്യൻ 3, പേജ് 50. സം ഓഫ് ദി ആംഗിൾസ് 1600 ആകുമോ 900 ആകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് ദി ആംഗിൾസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180. 180ൻ്റെ മൾട്ടിപ്പിളാണ് സം ഓഫ് ദി ആംഗിൾസ് എന്ന്. അപ്പോൾ 1600നെ നമ്മൾ എന്ത് ചെയ്യുക, 180 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പം ഈ 0 കട്ട് ചെയ്യാം. പിന്നെ 160 ഡിവൈഡ് ബൈ 18. ഓക്കെ, 160 ഡിവൈഡ് ബൈ 18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 116/18 നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ എത്രയാണ്, 80 എന്ന് കിട്ടും. ഇവിടെ 9 എന്ന് കിട്ടും. 80/9. 160യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 80 കിട്ടും. 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും. അപ്പോൾ 80/9. അപ്പം 1600 ഡിവൈഡ് ബൈ 180ക്ക് പകരം എന്ത് ചെയ്താൽ മതി, 80യെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 8 9s 72 എന്ന് കിട്ടും. ആൻഡ് റിമൈൻഡർ ഈസ് 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 8 വരുന്നതുകൊണ്ട് റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് 1600 ഈസ് ഡിവിസിബിൾ ബൈ 180, അല്ലെങ്കിൽ 1600 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180 എന്ന് പറയാം. റിമൈൻഡർ 0 ആണ്. ഇവിടെ റിമൈൻഡർ എന്തല്ല, 0 അല്ല എന്ന് പറഞ്ഞാൽ 1600 180ൻ്റെ മൾട്ടിപ്പിൾ അല്ല. Therefore 1600 is not the sum of the angles of a polygon എന്ന് പറയാം. ഓക്കെ, സോ 1600 is not divisible, okay, or is not a multiple of 180. 180ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 1600 is not the sum of angles of a polygon. പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് അല്ല എന്ന് പറയാം. ഇനി അതേപോലെ അടുത്ത ചോദ്യം എന്താണ്, 1600 ആകുമോ എന്ന് ചോദിച്ച പോലെ തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് 900 ആകുമോ എന്ന്. അപ്പോൾ 900നെ ഇതേപോലെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ 900നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 0യും കട്ട് ചെയ്യാം. പിന്നെ 90/18 ഉണ്ടാവും. 90യെ നമ്മൾ 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 5 times 18 is equal to 90 ആണ്. അപ്പോൾ റിമൈൻഡർ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 900 is 900 the sum of angles of a polygon എന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് പറയാം 900 is not എന്നുള്ളതിന് is a multiple of 180 degree. Therefore 900 is not എന്നുള്ളതിന് is the sum of angles of a polygon. ഓക്കെ, 900 എന്താണ്, സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ആണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പോൾ സമ്മാണോ എന്ന് പരിശോധിക്കാൻ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന നമ്പർ
180യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന നമ്പറിനെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ. ഓക്കെ, റിമൈൻഡർ 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അല്ല, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സം ഓഫ് ദി ആംഗിൾസ് അല്ല. ദെൻ ഫോർത്ത് വൺ, all the angles of a 20-sided polygon are the same. How much is each? ഒരു 20 സൈഡുള്ള ഒരു പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസും സെയിം ആണ്. അങ്ങനെ എല്ലാ ആംഗിൾസ് സെയിം ആണെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് വൺ ആംഗിൾ എന്നാണ് ചോദ്യം. ഓക്കെ, എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഒരു ആംഗിളിൻ്റെ മെഷർ എങ്ങനെയാണ് കിട്ടുക? സം ഓഫ് ദി ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ്. കാരണം നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസിനെ നമ്പർ ഓഫ് ആംഗിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആംഗിളിൻ്റെ മെഷർ കിട്ടും. എപ്പോഴാണത് കിട്ടുക? എല്ലാ ആംഗിൾസും സെയിം ആകുമ്പോൾ. ഓക്കെ, എല്ലാ ആംഗിൾസും സെയിം അല്ലെങ്കിൽ നമ്മളങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം ഒരു ആംഗിളിൻ്റെ മെഷർ കിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ 20 സൈഡഡ് പോളിഗണിൻ്റെ സമ്മ് കാണുക, എന്നിട്ട് അതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് മെഷർ ഓഫ് വൺ ആംഗിൾ. ഓക്കെ, സോ മെഷർ ഓഫ് വൺ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ആംഗിൾസ് ബൈ number of angles. സം ഓഫ് ദി ആംഗിൾസ് കാണാൻ n-2 × 180 നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ 20 സൈഡഡ് ആകുമ്പോൾ 20 - 2 ദാറ്റ് ഈസ് 18 × 180. ഇതാണ് സം ഓഫ് ദി ആംഗിൾസ് ബൈ നമ്പർ ഓഫ് ആംഗിൾസ്. നമ്പർ ഓഫ് ആംഗിൾസും നമ്പർ ഓഫ് സൈഡ്സും ഈക്വൽ ആണ് ബൈ 20. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? മെഷർ ഓഫ് വൺ ആംഗിൾ. അപ്പോൾ ഈ 0യും കട്ട് ചെയ്യുന്നു. ഈ 20 - 2 എന്നുള്ളത് എന്താണ്? 18 ആയി മാറും. ഈ 18നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 18 / 2 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, നമുക്ക് അവിടെ സിംപ്ലിഫിക്കേഷൻ വേറെ ചെയ്യാം. സോ ഇൻറ്റു 180/20 എന്ന് കിട്ടും. അപ്പോൾ ഈ 20 - 2 എന്നുള്ളത് 18 ആവും. പിന്നെ ഇവിടെ 180 ഉണ്ടാവും ബൈ 20 ഇങ്ങനെ വരിക. അപ്പോൾ ഈ 0യും കട്ട് ചെയ്യുന്നു. ഒരു 18നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് 9. ദെൻ 18 × 9 എത്രയാണ് നോക്കുക? 9 × 8 = 72. പിന്നെ റിമൈൻഡർ 7 ഉണ്ടാവും. 9 × 1 9 + 7 is 16. 162 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 162 ഡിഗ്രി. ഒരു ആംഗിളിൻ്റെ മെഷർ എത്രയാണ്? 162 ഡിഗ്രി ആണ്. ഹൗ മച്ച് ഈസ് ഈച്ച്? ഓരോ ആംഗിളിൻ്റെയും മെഷർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെഷർ ഓഫ് വൺ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ആംഗിൾസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ദി ആംഗിൾസ് എന്ന് മനസ്സിലാക്കുക. സം ഓഫ് ദി ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-2 × 180 ആണ്. അപ്പോൾ ഇവിടെ 20 സൈഡ് ഉണ്ട്. അപ്പോൾ n ഈസ് 20. സോ 20 - 2 × 180 ഡിവൈഡഡ് ബൈ 20. സിംപ്ലിഫിക്കേഷൻ ഇവിടെ ചെയ്തു. സോ വി ഗോട്ട് ദ മെഷർ ഓഫ് വൺ ആംഗിൾ. ഇത് ഇപ്പം നമ്മൾ ചെയ്തത് എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980. വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്? വാട്ട് അബൌട്ട് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ? ഓക്കെ, ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എത്രയാണ്? 1980 ആണ്. അപ്പോൾ അതിൻ്റെ സൈഡ് എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ സൈഡ് ഒന്ന് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സൈഡും കൂടെ കുറഞ്ഞ ഒരു പോളിഗൺ ആണെങ്കിൽ ആ പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പോളിഗണേക്കാൾ ഒരു സൈഡ് കൂടുതലുള്ള ഒരു പോളിഗൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ഗിവൺ പോളിഗൺ ആദ്യം എഴുതുന്നു.
sum of the angles of the given polygon. Given polygon is 1980. Sum of the angles of the given polygon is 1980. ഇനി ഒരു സൈഡ് കുറവായിട്ടുള്ള പോളിഗണിൻ്റെ സമ്മത്തിനെ നോക്കാം. സോ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്. ഓക്കെ, ഒരു സൈഡ് ലെസ് ആയിട്ടുള്ള, ആദ്യത്തേനേക്കാൾ ഒന്ന് കുറവായിട്ടുള്ള പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ സൈഡും കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? 180 ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കും. ട്രയാങ്കിളിൻ്റെത് സം ഓഫ് ദി ആംഗിൾസ് 180 ആണ്. അത് ക്വാഡ്രിലാറ്ററൽ മാറുമ്പോൾ 360 ആവുന്നു എന്ന് പറഞ്ഞാൽ 180 കൂടെ കൂടുന്നു. ഓക്കെ, പിന്നെ അത് പെൻറ്റഗണായി മാറുമ്പോൾ 540, അതായത് ഒരു 180 കൂടെ കൂടുന്നു. അപ്പോൾ ഓരോ സൈഡ്സും കൂടുന്നതിനനുസരിച്ച് 180 കൂടും, ഓരോ സൈഡും കുറയുന്നതിനനുസരിച്ച് 180 കുറയുകയാണ് ചെയ്യുക. അപ്പോൾ one side less. Okay, sum of the angles of a polygon with one side less is equal to 1980 minus 180 is equal to 1800 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താണ്? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ with one side more. ഓക്കെ, ഒരു സൈഡ് കൂടുതലുള്ള ഒരു പോളിഗണിൻ്റെ സം ഓഫ് ദി ആംഗിൾസ്. അപ്പോൾ ആദ്യത്തേത് 1980 ആയതുകൊണ്ട് ആ 1980ൻ്റെ കൂടെ 180 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് 2160 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഓരോ സൈഡും കൂടുന്നതിനനുസരിച്ച് 180 ഡിഗ്രി കൂടുമെന്നും ഓരോ സൈഡും കുറയുന്നതിനനുസരിച്ച് 180 ഡിഗ്രി കുറയും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അവിടെ എന്താണ് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്നുള്ള ഭാഗം അവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഔട്ടർ ആംഗിൾസ് എന്നുള്ള പോർഷനിലേക്ക് പോവുകയാണ്. ഔട്ടർ ആംഗിൾസ് എന്ന ടോപ്പിക്കാണ് ഇനി പഠിക്കുന്നത്. പേജ് 50 തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഔട്ടർ ആംഗിൾസ്. എന്താണ് ഔട്ടർ ആംഗിൾ നോക്കുക. ഇഫ് വൺ സൈഡ് ഓഫ് എ polygon is extended, an angle is formed outside the triangle and that angle is called outer angle or exterior angle. Okay, ഒരു പോളിഗണിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ആ പോളിഗണിൻ്റെ പുറത്ത് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ഔട്ടർ ആംഗിൾ ഓർ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ദ പോളിഗൺ. അപ്പോൾ ഇത് ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ ഉണ്ടായിരിക്കുന്നത് രണ്ട് സൈഡ്സ് കൊണ്ടാണ്. ഒന്ന് ഈ സൈഡ്, മറ്റൊരു സൈഡ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ സ്കെയിൽ വെച്ചുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പേന എന്തോ ഉപയോഗിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ട്രയാങ്കിളിൻ്റെ പുറത്തായിട്ടൊരു ആംഗിൾ ഉണ്ടാകുന്നു. ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ഞാൻ ഈ സൈഡാണ് എക്സ്റ്റെൻഡ് ചെയ്തത്, അതിന് പകരം ഈ സൈഡ് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തൊരു ആംഗിൾ ഉണ്ടാവും. അപ്പം ഇതാണ് ആ എക്സ്റ്റീരിയർ ആംഗിൾ. ഈ രണ്ട് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസാണ്. ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആകുമ്പോൾ
എപ്പോഴും അതിൻ്റെ മെഷർ സെയിം ആയിരിക്കും. ഈ രണ്ട് സൈഡ്സ് നമ്മളിങ്ങനെ ക്ലോസ് ആക്കി അടുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആംഗിളിൻ്റെ മെഷർ കുറയും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുള്ള ആംഗിളിൻ്റെ മെഷറും കുറയും. എപ്പോഴും ആ മെഷർ രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് ആണിത്. ഒരു വെർട്ടെക്സിൽ രണ്ട് സൈഡ്സുള്ളതുകൊണ്ട് രണ്ട് സൈഡും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. പക്ഷേ രണ്ട് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെയും മെഷർ സെയിം ആയതുകൊണ്ട് നമ്മൾ ഒരു വെർട്ടെക്സിൽ ഒരു എക്സ്റ്റീരിയർ ആംഗിളേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് എപ്പോഴും കൺസിഡർ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, ഈ വെർട്ടെക്സിൽ മറ്റൊരു എക്സ്റ്റീരിയർ ആംഗിൾ, ഈ വെർട്ടെക്സിൽ മറ്റൊരു എക്സ്റ്റീരിയർ ആംഗിൾ, അങ്ങനെ 3 വെർട്ടീസസിലും നമുക്ക് 3 എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാക്കാൻ സാധിക്കും. എന്തിൻ്റെ കേസിൽ? ട്രയാങ്കിളിൻ്റെ കേസിൽ. അപ്പോൾ ഞാൻ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തത് ഈ സൈഡാണ്. അതുപോലെ ഈ സൈഡ് ഇങ്ങനെ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാവുന്നു. ഈ സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ട്രയാങ്കിളിന് there are 3 vertices, therefore there are 3 exterior angles. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയും. രണ്ടും സെയിം ആണ്. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ. ഓക്കെ, രണ്ടും പറയും. അപ്പോൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലൊരു ആംഗിൾ ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾ. ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ 3 ഇന്നർ ആംഗിൾസ് ഉണ്ട് അല്ലെങ്കിൽ 3 ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ട്. അതുപോലെ തന്നെ 3 ഔട്ടർ ആംഗിൾസ് ഉണ്ട് അല്ലെങ്കിൽ 3 എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട്. ഇനി ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ഒരു സൈഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. മൂന്നാമത്തത് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നാലാമത്തത്. ഓക്കെ, അപ്പോൾ എത്ര സൈഡ് ഉണ്ടോ അത്രയും ഇന്നർ ആംഗിൾസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അത്രയും ഔട്ടർ ആംഗിൾസ്, ഈ എക്സ്റ്റീരിയർ ആംഗിൾസും ഉണ്ടാകും ഒരു പോളിഗണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പെൻറ്റഗൺ ആണെങ്കിൽ എത്ര എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും? 5 എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്താണ് ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് ചോദിച്ചാൽ, ഇഫ് വൺ സൈഡ് ഓഫ് എ പോളിഗൺ ഈസ് എക്സ്റ്റെൻഡഡ്, okay, then an angle is formed outside the polygon and that angle is called outer angle or exterior angle എന്ന് നിങ്ങൾ നോട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ആംഗിൾ formed outside of a polygon when a side is extended. സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഉണ്ടാവുന്ന ആംഗിളിന് പറയുന്ന പേരാണെന്ത്? എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് കോൾഡ് ഔട്ടർ ആംഗിൾ ഓർ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് നോട്ട് എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് 51-ൽ ഇതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. 51, 52-ൽ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ 51-ലുള്ള നോക്കുക, 2 angles of a triangle are 40 degree and 60 degree. Calculate all its outer angles. ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് 40-യും 60-യുമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എല്ലാ ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 1, പേജ് 51. Two angles are 40 degree and 60 degree. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഔട്ടർ ആംഗിൾ ഇന്നർ ആംഗിൾ, ഇത് രണ്ടും എന്താണ്? ഇന്നർ ആംഗിളാണ്. അപ്പോൾ തേർഡ് ഇന്നർ ആംഗിൾ
തേർഡ് ഇന്നർ ആംഗിൾ എങ്ങനെയാണ് കിട്ടുക? 3 ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ 180യിൽ നിന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് 40 + 60 = 100. ഓക്കെ, 180യിൽ നിന്ന് എന്ത് ചെയ്യുക? 100 മൈനസ് ചെയ്യുക. 180 - 100 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, 40 + 60 100 എന്ന് കിട്ടി. ആ 100നെ നമ്മൾ 180 മൈനസ് ചെയ്യുന്നു, അപ്പോൾ 80 കിട്ടി. ഇതാണ് മൂന്നാമത്തെ ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസ് കൂടി കണ്ടെത്തണം. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ട്രയാങ്കിളാണെന്ന് വിചാരിക്കുക. ട്രയാങ്കിളിൻ്റെ ഇതെന്താണ്? ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ഇത് ഇൻറ്റീരിയർ ആംഗിളാണ്. ഈ എക്സ്റ്റീരിയർ ആംഗിളും ഇൻറ്റീരിയർ ആംഗിളും രണ്ടും കൂടെ ചേർന്നാൽ ദർ വിൽ ബി എ ലീനിയർ പെയർ. ഒരു ലീനിയർ പെയർ ഉണ്ടാവും. ലീനിയർ പെയർ എന്താണെന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഒരു ലൈനിൻ്റെ മേലെ മറ്റൊരു ലൈൻ വരയ്ക്കുമ്പോൾ ഈ ലൈനിൻ്റെ മേലെ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഉണ്ടാവും. 2 ആംഗിൾസ്, രണ്ടിനാണ് പെയർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പെയറിനാണ് എന്ന് പറയാം ലീനിയർ പെയർ. ഇപ്പോൾ ഇവിടെ വരച്ചാൽ ഇവിടെ ഉണ്ടാവും, ലീനിയർ പെയറാണ്. ഇങ്ങനെ വരച്ചാൽ ഇവിടെ 2 ആംഗിൾ ഉണ്ടാവും, ലീനിയർ പെയറാണ്. ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി 2 ആംഗിൾസ്, ലീനിയർ പെയർ. ഓക്കെ, അപ്പോൾ ആ ലീനിയർ പെയറിൻ്റെ പ്രത്യേകത എന്താണ്? സം ഓഫ് ലീനിയർ പെയർ ഈസ് ഓൾവേസ് 180 ഡിഗ്രി. ഓക്കെ, സം ഓഫ് ലീനിയർ പെയർ, sum of linear pair is 180 ഡിഗ്രി. എപ്പോഴും 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഓരോ വെർട്ടെക്സിലുണ്ടാവുന്ന ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴും എന്താവും? ലീനിയർ പെയർ ഉണ്ടാവും. അതിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 ഇന്നർ ആംഗിൾസ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് 3 ഔട്ടർ ആംഗിൾസും കാണാം. therefore ഔട്ടർ ആംഗിൾസ് കിട്ടാൻ 180യിൽ നിന്ന് ഓരോ ഇന്നർ ആംഗിളും മൈനസ് ചെയ്യുക. 180 - 40 ദാറ്റ്സ് ഈക്വൽ ടു 140. 180 - 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. ഓക്കെ, ദെൻ 180 മൈനസ് മൂന്നാമത്തെ ഇന്നർ ആംഗിൾ 80 നമ്മൾ കണ്ടെത്തിയാണ്. സോ വി ഗെറ്റ് 100. അങ്ങനെ 140, 120, 100 എന്നിങ്ങനെ 3 ഔട്ടർ ആംഗിൾസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 2 ഇന്നർ ആംഗിൾസ് നമുക്കറിയാം, രണ്ടും കൂടെ ആഡ് ചെയ്തു, 100 കിട്ടി. സം ഓഫ് 3 ആംഗിൾസ് ഇസ് 180. അതുകൊണ്ട് 180യിൽ നിന്ന് 100 മൈനസ് ചെയ്തു, അപ്പോൾ 80 കിട്ടി. ദാറ്റ് ഈസ് എ തേർഡ് ഇന്നർ ആംഗിൾ. അങ്ങനെ 3 ഇന്നർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് 3 ഔട്ടർ ആംഗിൾസ് ആൻഡ് ഈച്ച് ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് അറ്റ് ഈച്ച് വെർട്ടെക്സ്. ഓരോ വെർട്ടെക്സിലുമുള്ള ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ എന്ത് ഫോം ചെയ്യുന്നു? ഒരു ലീനിയർ പെയർ ഫോം ചെയ്യുന്നു. ലീനിയർ പെയറിൻ്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഈ ഇന്നർ ആംഗിൾസ് എല്ലാം 180 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഔട്ടർ ആംഗിളിൻ്റെ മെഷേഴ്സ്. ദസ് വി ഗോട്ട് മെഷേഴ്സ് ഓഫ് ഔട്ടർ ആംഗിൾസ് ആർ 140, 120 ആൻഡ് 100. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Second question, compute the angles in the figure below. താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിലുള്ള ആംഗിൾസ് എല്ലാം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗറാണുള്ളത്. ഇതിൽ ഈ ആംഗിള് 105 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിള് 35 എന്ന് തന്നിട്ടുണ്ട്, 35. ഇനി നമ്മൾ മറ്റ് 3 ആംഗിൾസ് അല്ല 4 ആംഗിൾസ് കാണണം. ഇതിൻ്റെ ഇന്നർ ആംഗിൾ കാണണം, ഈ ഇന്നർ ആംഗിൾ കാണണം, ഈ എക്സ്റ്റീരിയർ ആംഗിൾ കാണണം, ഇവിടെയുള്ള എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ കാണണം. ഇത്രയും കാണണം. അപ്പോൾ നമ്മൾ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിന് പേര് കൊടുക്കുന്നു എ ബി സി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇന്നർ ആംഗിൾ സി ആണ്. ഓക്കെ, ഇന്നർ ആംഗിൾ സി. ഇന്നർ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 - 105 ദാറ്റ്സ് ഈക്വൽ ടു 75.
അപ്പോൾ ഇത് നമുക്ക് 75 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ ഇന്നർ ആംഗിൾ അറ്റ് എ, അതാണ് ഇന്നർ ആംഗിൾ എ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 180 മൈനസ് ടോട്ടൽ 180 ആണ് 3 ആംഗിൾസിൻ്റെ സം. അപ്പോൾ 35 + 75 രണ്ടും കൂടെ ആഡ് ചെയ്യുക. അത് നമ്മൾ 180 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, 35 + 75 is equal to 110 എന്ന് കിട്ടും. ആ 110 180 മൈനസ് ചെയ്യുക, ദെൻ വിൽ ഗെറ്റ് 70 ഡിഗ്രി. അപ്പോൾ ഇത് 70 ഡിഗ്രി എന്നും കിട്ടി. അങ്ങനെ 3 ഇന്നർ ആംഗിൾസ് കിട്ടി, ഒരു ഔട്ടർ ആംഗിൾ നമുക്കറിയാം. ഇനി 2 ഔട്ടർ ആംഗിളെ കാണാനുള്ളൂ, ഔട്ടർ ആംഗിൾ അറ്റ് എ ആൻഡ് ഔട്ടർ ആംഗിൾ അറ്റ് ബി. ഓക്കെ, സോ ഔട്ടർ ആംഗിൾ അറ്റ് എ, അതാണ് ഔട്ടർ ആംഗിൾ എ. ഔട്ടർ ആംഗിൾ എ is equal to 180 minus 70, that's equal to 110. Then outer angle at B, that is outer angle B, that's equal to 180 minus 35 is equal to 145. ഓക്കെ, അപ്പോൾ ഇവിടെ 145 എന്ന് കിട്ടി, ഇവിടെ നമുക്ക് 110 എന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ എല്ലാ ആംഗിൾസുമായി. ഓക്കെ, നമുക്കറിയുന്നത് 105ഉം 35 ആയിരുന്നു. 105 ഉപയോഗിച്ചുകൊണ്ട് 75 കണ്ടു, 75ഉം 35 ഉപയോഗിച്ചുകൊണ്ട് ഈ 70 കണ്ടു. പിന്നെ 180 മൈനസ് 70 ഈസ് ഈക്വൽ ടു 110, 180 മൈനസ് 35 ഈസ് ഈക്വൽ ടു ഇവിടെ 145 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് 110 എന്നും ഇത് 145 എന്നും കിട്ടി. ഇങ്ങനെ ക്വസ്റ്റ്യൻ 2-ൽ പറഞ്ഞിരിക്കുന്ന തന്നിരിക്കുന്ന ഫിഗറിലുള്ള ബാക്കി എല്ലാ ആംഗിൾസ് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി 3rd ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 3rd ക്വസ്റ്റ്യൻ? കമ്പ്യൂട്ട് ഓൾ ദി ഔട്ടർ ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ഔട്ടർ ആംഗിൾസും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫിഗർ. ഇതിൽ 1 ആംഗിൾ ഈസ് ഗിവൺ ടു ബി 130 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ആൻഡ് വി വാണ്ട് ടു ഫൈൻഡ് ഓൾ ഔട്ടർ ആംഗിൾസ്. ഓക്കെ, അതായത് ഈ ആംഗിൾസ് ഔട്ടർ ആംഗിൾസ് എല്ലാം കാണണം. 1 2 3 4. അപ്പോൾ ഇതിന് നേരത്തെ പോലെ തന്നെ നമ്മളൊരു പേര് കൊടുക്കുക, ABC D എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ആംഗിൾസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിൾസിൻ്റെ സമ്മ് 360 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആംഗിൾസിൻ്റെ സമ്മ് കണ്ടിട്ട് 360 മൈനസ് ചെയ്താൽ നമുക്ക് ബി എന്ന വെർട്ടെക്സിലെ ഇന്നർ ആംഗിൾ കിട്ടും. അപ്പോൾ 130 + 70 + 60, അപ്പോൾ 268. ഓക്കെ, ഈ 360ൽ നിന്ന് എന്ത് ചെയ്യുക, 260 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 100. സോ ദിസ് വിൽ ബി 100. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നർ ആംഗിൾ അറ്റ് ബി. ഓക്കെ, ഇന്നർ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 360 മൈനസ് 260, ദാറ്റ്സ് ഈക്വൽ ടു 100 എന്ന് കണ്ടെത്തുന്നു. പിന്നെ ഇനി എല്ലാ ഔട്ടർ ആംഗിൾസും. ഓക്കെ, ഔട്ടർ ആംഗിൾസ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഔട്ടർ ആംഗിൾ അറ്റ് എ, ഔട്ടർ ആംഗിൾ അറ്റ് ബി, ഔട്ടർ ആംഗിൾ അറ്റ് സി, ഔട്ടർ ആംഗിൾ അറ്റ് ഡി എന്ന് വെവ്വേറെ എഴുതണമെന്നില്ല. ഔട്ടർ ആംഗിൾസ് മാത്രം എഴുതിയിട്ട് നമുക്കെല്ലാം കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ദർഫോർ ഔട്ടർ ആംഗിൾസ് എല്ലാം കാണാണ്. 180 മൈനസ് ഓരോ ഔട്ടർ ആംഗിളും 180 മൈനസ് 130
അപ്പോൾ എയിലുള്ള ഔട്ടർ ആംഗിൾ നമുക്ക് കിട്ടുന്നു, ദാറ്റ് ഈസ് 50 ഡിഗ്രി. ദെൻ 180 മൈനസ് ബിയിലുള്ളത് 100, therefore that's equal to 80. Then third one 180 minus സിയിലുള്ള ആംഗിൾ 60 ആണ്, സോ വിൽ ഗെറ്റ് 120 ഡിഗ്രി. അടുത്തത് 180 മൈനസ് 70 ആണ്, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 110 എന്നാണ്. ഓക്കെ, അങ്ങനെ 4 ഔട്ടർ ആംഗിൾസ് നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഈ 3 ആംഗിൾസ് ആഡ് ചെയ്തു, എന്നിട്ട് 360യിൽ നിന്ന് നമ്മൾ ആ സമ്മ് മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് 4th ഇന്നർ ആംഗിൾ കിട്ടി. അങ്ങനെ 4 ഇന്നർ ആംഗിളും അറിയാമെങ്കിൽ 4 ഔട്ടർ ആംഗിൾസ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 180യിൽ നിന്ന് ഓരോ ഇന്നർ ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഔട്ടർ ആംഗിൾ കിട്ടും. അതേപോലെ നമ്മൾ മൈനസ് ചെയ്തു, അങ്ങനെ നമ്മൾ 4 ഔട്ടർ ആംഗിൾസും കണ്ടെത്തി. ഓക്കെ, ഇനി ഈ എക്സസൈസിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുണ്ട്. അതിനുശേഷം നമ്മൾ അൺചേഞ്ചിങ് സം എന്നുള്ള ഒരു പോർഷനും പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു നെക്സ്റ്റ് ഡേ.